നമ്മൾ മലയാളികളാണ്. നമ്മുടെ ഭ്രമത്തിന് യാതൊരു കുറവുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം നമ്മുടെ ഒരു ആഡംബരം മാത്രമല്ല, നമ്മുടെ ഒരു ആവശ്യ ഘടകമായിട്ടാണ് മലയാളി പ്രത്യേകിച്ചും കണക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വർണത്തിൽ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മങ്ങിയിരിക്കുകയാണ്. അമേരിക്കൻ ഡോളറിന് ഇടികൊണ്ട് മറ്റു സാമ്പത്തിക അവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഗോൾഡ് ഭയങ്കര വില കൂടിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. സ്വർണം സൂക്ഷിക്കുന്നത് കൃത്യമായ രേഖയില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര സ്വർണം നിങ്ങൾക്ക് സൂക്ഷിക്കാം? വിവാഹിതയായ ഒരു സ്ത്രീക്ക് 500 ഗ്രാം സ്വർണം സൂക്ഷിക്കാം. കൃത്യമായ രേഖകൾ ഉണ്ടായിരിക്കണം. ഒരു അവിവാഹിതയായ സ്ത്രീക്കാണെങ്കിൽ 250 ഗ്രാം സ്വർണം സൂക്ഷിക്കാം. ഒരു പുരുഷന് 100 ഗ്രാം സ്വർണം സൂക്ഷിക്കാം. പക്ഷേ എല്ലാത്തിനും നമുക്ക് കൃത്യമായ രേഖയുണ്ടായിരിക്കണം. അല്ലെങ്കിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഇൻകം ടാക്സോ എന്തെങ്കിലും ആദായ നികുതി വകുപ്പിൻ്റെ ഒരു റെയ്ഡോ എന്തെങ്കിലും വന്ന് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വർണം നഷ്ടപ്പെടും. കാരണം കൃത്യമായ രേഖ പാരമ്പര്യമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിൽപ്പത്രം ഉണ്ടാവണം. അല്ല എങ്കിൽ നമുക്ക് ഗോൾഡ് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും നിങ്ങൾ അതിൻ്റെ ബില്ല് സൂക്ഷിച്ച് വയ്ക്കണം. നാളൊരു കാലത്ത് ഇതിൻ്റെ എവിടെ നിന്നാണ്? കാരണം ഇപ്പം നമുക്കറിയാം, ആളുകൾ പണത്തെ വെളുപ്പിക്കുവാൻ വേണ്ടി സ്വർണം വാങ്ങിക്കൂട്ടുന്ന ഒരു ഇതുണ്ട്. കൃത്യമായ സ്രോതസ് കാണിക്കണം. ഇനി ഒരു കള്ളക്കളികളും തരികിടകളും നടക്കില്ല. നമ്മൾ സൂക്ഷിച്ചില്ല എങ്കിൽ സ്വർണവും പോവും, മാനവും പോവും. അതുകൊണ്ട് എന്ത് വാങ്ങിച്ചാലും അതിന് കൃത്യമായ രേഖയുണ്ടായിരിക്കണം. നമ്മൾ മറ്റു നിക്ഷേപങ്ങളെക്കാളും സ്വർണം ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമായിട്ടാണ് ഇന്ന് കരുതപ്പെടുന്നത്. കാരണം സ്വർണത്തിൻ്റെ ലഭ്യത ലോകത്ത് കുറവാണ്. അതുകൊണ്ട് സ്വർണത്തിന് വില ഇടിഞ്ഞാലും അതൊരു പരിധിയുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്വർണത്തിലേക്ക് നിക്ഷേപം മാറ്റുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ കവിഞ്ഞുള്ള സ്വർണമുണ്ടെങ്കിൽ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ 500 ഗ്രാം ആണെങ്കിൽ പോലും, വിവാഹിതയായ സ്ത്രീക്ക് 500 ഗ്രാം ആണെങ്കിൽ പോലും അത് കൃത്യമായ രേഖയുണ്ടായിരിക്കണം. അതുകൊണ്ട് സ്വർണമാണ്, നമുക്ക് വാങ്ങി സൂക്ഷിച്ചു കളയാം, ഒരു പ്രശ്നവുമില്ല എന്ന് ധരിക്കരുത്. ധരിച്ചാൽ തെറ്റാണ്, പിടിവീഴും. എല്ലാത്തിനും കൃത്യമായ മാനദണ്ഡമുണ്ടാവണം, കൃത്യമായ രേഖയുണ്ടാകണം. അല്ലാതെ നമ്മൾ സ്വർണത്തിൻ്റെ മഞ്ഞളിപ്പ് കണ്ട് കണ്ണ് മഞ്ഞളിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും, ഉറപ്പാണ്.